പാഷൻ ഫ്രൂട്ട് കൃഷി പാഷനായിട്ട് ചെയ്യുകയാണ് എഴുകുംവയൽ സ്വദേശി തയ്യിൽ ജിൻഡോ. 2 ഏക്കർ സ്ഥലത്തെ കൃഷിയിൽ നിന്നും ആഴ്ചയിൽ 150 കിലോയോളം പാഷൻ ഫ്രൂട്ടാണ് വിൽപ്പന നടത്തുന്നത്. കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പറമ്പുകളിൽ സുലഭമായി ലഭ്യമായിരുന്ന ഒന്നായിരുന്നു പാഷൻ ഫ്രൂട്ട്. ഇന്ന് ഇതിന് മൂല്യം കൂടിയതോടെ നാടൻ പാഷൻ ഫ്രൂട്ട് ഇനങ്ങൾ മാറി നല്ല വിളവ് ലഭിക്കുന്നതും മധുരമേറിയതുമായ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. മഞ്ഞയും നീലയും ഇനങ്ങളാണ് ഇവിടെയുള്ളത്. 2 ഏക്കറോളം വരുന്ന പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ നിന്നും ആഴ്ചയിൽ 180 കിലോഗ്രാമോളം വിളവ് ലഭിക്കുന്നു. എറണാകുളത്തു നിന്നും കച്ചവടക്കാർ സ്ഥലത്തെത്തി നേരിട്ട് ഉൽപ്പന്നം വാങ്ങുന്നതിനാൽ 70 രൂപയോളം കിലോയ്ക്ക് വില ലഭിക്കുന്നുണ്ട്. അളവ് കുറയും തോറും അവരിപ്പോൾ എറണാകുളത്ത് ഒരു വണ്ടി ഓടി വരുന്നതാണ്. അവർക്ക് ആ വണ്ടി കൂലി മുതലാകണമെങ്കിൽ കൂടുതൽ അളവുണ്ടായേ അവർക്ക് മുതലാവുള്ളൂ. അതുകൊണ്ട് എന്തൊരു അളവ് കൂടുതൽ ഉണ്ടോ അവരനുസരിച്ച് വില കൂട്ടി തന്നിരിക്കും. അപ്പം നിലവിലാണെങ്കിലും എന്നാലും ഒരു 70 താഴെ പോകാതെ അവർ നമുക്ക് ഇന്നും വില തരുന്നുണ്ട്. പിന്നെ അവർ എന്നാ പറയുക, അവർ സ്പോർട്ടിങ്ങാണ് അവരെ തന്നെ മാർക്കറ്റിങ്ങിനെ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാലും എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അവർ വരും, തോട്ടത്തിൽ വരും. തോട്ടത്തിൽ നിന്ന് തന്നെ കായെടുക്കും. തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ പൈസ ഇടപാട് തീർക്കും. എല്ലാം പക്കട അവർ ചെയ്യുന്നുണ്ട്. അത്യധ്വാനമില്ലാത്തതും ഉൽപ്പന്നത്തിന് വില ലഭിക്കുന്നതിനാലും മറ്റു കൃഷികൾക്കുപരി പാഷൻ ഫ്രൂട്ട് കൃഷിയെ ഒരു വരുമാന മാർഗമായി ജിൻഡോ കൂടെ കൊണ്ടു നടക്കുന്നു. കൃഷി പരിചരണം എളുപ്പമായതിനാൽ മറ്റ് ആളുകളുടെ സഹായം ആവശ്യമില്ല. കീടനിയന്ത്രണവും വളപ്രയോഗവും സമയബന്ധിതമായി ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. കൃഷിയിടമാകെ തണൽ വിരിക്കുന്ന ഈ കൃഷി വളരെ ആസ്വദിച്ച് ചെയ്യുന്നതിനൊപ്പം ഉൽപ്പന്നത്തിന് വിപണിയിൽ നല്ല വിലയും ലഭിക്കുന്നുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വേനലായതോടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിനും വിപണിയിൽ നല്ല ഡിമാൻഡാണ്. രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കുവാനും പാഷൻ ഫ്രൂട്ട് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ പാഷൻ ഫ്രൂട്ട് ജാം ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.